അതുപോലെ അഡിക്ഷനില് ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് അതെന്താണ് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായാലും നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അതൊരു പോയിന്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 6 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ന്യായീകരിക്കും, നമ്മൾ വലിയ അഡിക്ഷൻ അല്ല, അഡിക്റ്റഡ് അല്ല. കയ്യടിക്കണോ സാറേ? ഓനൊരു ചോക്ലേറ്റ് കൊടുക്കട്ടോ, ഓന അത്രയും പറഞ്ഞിട്ടേ അല്ലേ? ഈ കൂട്ടത്തിൽ ആകെ ധൈര്യം ഉണ്ടായത് ആർക്കാ? ഞാൻ 3 ആൾക്കാരെ ജീവിതം പറയാം, 3 ആൾക്കാരെ ഉദാഹരണം. അതിൽ ആരാണ് അഡിക്റ്റ്, ആരാണ് അഡിക്റ്റ് അല്ലാത്തത് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വ്യക്തി ദിവസവും ലഹരി ഉപയോഗിക്കും, ദിവസവും ലഹരി ഉപയോഗിക്കും. ഏതോ ലഹരിന്റെ പേരൊന്നും ഞാൻ പറയാം. ദിവസവും ലഹരി ഉപയോഗിക്കും. വേറൊരു വ്യക്തി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ലഹരി ഉപയോഗിക്കും. ക്ലിയർ ആണോ? ശരി. ആഴ്ചയിൽ ഒരു തവണ ലഹരി ഉപയോഗിക്കും. അടുത്ത ആള് കിട്ടിയോ? ശരി. വേറൊരാള് 2 ആഴ്ചയിൽ ഒരിക്കൽ ലഹരി ഉപയോഗിക്കും. വേറൊരാള് മാസത്തിലൊരിക്കൽ ലഹരി ഉപയോഗിക്കും. 5 ആൾക്കാർ. ഏതൊക്കെയാ? ഡെയിലി, ഒന്നിടവിട്ട്, വീക്ക്ലി വൺസ്, 2 ആഴ്ചയിൽ ഒരിക്കൽ, മന്ത്ലി വൺസ്. ക്ലിയർ ആണോ? ശരി. നിങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇതിൽ ആരാണ് അഡിക്റ്റ്, ആരാണ് അഡിക്റ്റ് അല്ലാത്തത്? എല്ലാരും അഡിക്റ്റ് ആണ്. അപ്പൊ മാസത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ അഡിക്റ്റാ? എങ്ങനെ? തെറ്റാണെന്നറിഞ്ഞിട്ടും ഒരു വസ്തുവിനെ വീണ്ടും വീണ്ടും ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ പറയുന്ന പേരാണ് അഡിക്ഷൻ. അപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളാണ്, ശ്രദ്ധയുള്ള കുട്ടികളാണ്, കഴിവുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് ആശയം മനസ്സിലായല്ലോ അല്ലെ? അയാള് ആ പ്രവർത്തനം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ആളാണ്. ഒരാള് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ ഉപയോഗിക്കുന്നു, മറ്റേയാൾ ആഴ്ചന്റെ ഗ്യാപ്പിൽ ഉപയോഗിക്കുന്നു, മറ്റേയാൾ 2 ആഴ്ചന്റെ ഗ്യാപ്പിൽ ഉപയോഗിക്കുന്നു, മറ്റേയാൾ മാസത്തിന്റെ ഗ്യാപ്പിൽ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവർ ആവർത്തിക്കുന്നു. അതിനർത്ഥം അഡിക്ഷൻ ഉണ്ട് എന്നാണ്. ക്ലിയർ ആണോ? ആണോ? ശരി.